back to our channel achnishub. ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്ന വീഡിയോ ആണ്. ഇതിനു വേണ്ടി പ്രത്യേകിച്ച് സ്റ്റിച്ചിങ്ങോ അല്ലെങ്കിൽ ക്രാഫ്റ്റോ അറിയണമെന്നൊന്നുമില്ല. പഴയ ജീൻസ് വെച്ചിട്ട് വളരെ സിമ്പിൾ ആയിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ലിംഗ് ബാഗ് എങ്ങനെ ചെയ്യാമെന്ന് കണ്ടു നോക്കാം. സോ നമുക്ക് ടൈം കളയണ്ട, ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദി വീഡിയോ. ഈ സ്ലിംഗ് ബാഗ് ഉണ്ടാക്കാൻ ഇതുപോലെ ഒരു ജീൻസ് എടുത്ത് അതിൻ്റെ ബാക്ക് സൈഡിലത്തെ പോക്കറ്റ് രണ്ടെണ്ണം കട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ രണ്ട് സൈഡിലെയും പോക്കറ്റ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ഈ സെയിം ജീൻസിൻ്റെ ലെഗ് ഓപ്പണിംഗ് പോർഷൻ കട്ട് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ആ പോക്കറ്റ് വെച്ചിട്ട് ഒന്ന് മെഷർ ചെയ്തിട്ട് അത് കഴിഞ്ഞ് നമ്മൾ 1 ഇഞ്ചും കൂടെ വിട്ടിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇപ്പം നമുക്ക് ഇതുപോലെ ആയിരിക്കും കിട്ടുക. അതിനുശേഷം നമ്മൾ അതൊന്ന് തിരിച്ചിടുക. ഇനി ഈ കട്ട് ചെയ്ത ഭാഗത്തൊന്ന് സ്ട്രൈറ്റ് ആയിട്ട് തുന്നി കൊടുക്കുക. ഇത് ഇതുപോലെ തുന്നിയെടുത്തതിന് ശേഷം നമ്മൾ ഈ 2 കോർണർ സൈഡിലും സ്ലോപ്പായിട്ടും കൂടി ഒന്ന് തുന്നി കൊടുക്കണം. ഇതുപോലെ തുന്നിയെടുത്തതിന് ശേഷം ഇനി അതൊന്ന് തിരിച്ചിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കണം. ഇപ്പം നമുക്ക് ഈ ഒരു ഷേപ്പിൽ കിട്ടും. അതിനുശേഷം നമ്മൾ വീതി കുറവുള്ള ഒരു ലേസ് എടുത്തിട്ട് ഈ പോക്കറ്റിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതുപോലെ തന്നെ നെക്സ്റ്റ് പോക്കറ്റിലും ലേസ് വെച്ച് ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം ഇതിലൊരു പോക്കറ്റ് എടുത്തിട്ട് നമ്മുടെ ബാഗിൻ്റെ ഫ്രണ്ട് പോക്കറ്റായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ ഈ ഒരു ഷേപ്പിൽ അത് തുന്നി കൊടുക്കണം. തുന്നി കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ഇതിൻ്റെ ബാക്ക് സൈഡിൽ ആ ഒരു പോർഷൻ ചേർത്ത് വെച്ചിട്ട് മാത്രം തുന്നി കൊടുക്കുക. ഇതുപോലെ ഇനി ഈ സൈഡും ബാക്കിയുള്ള ഒരു സൈഡും കൂടി തുന്നി കൊടുക്കണം. പോക്കറ്റ് സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ ആയിരിക്കും കിട്ടുക. നമുക്ക് സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാൻ ഇതുപോലെ 2 പോർഷൻ കിട്ടും. ഇനി നെക്സ്റ്റ് പോക്കറ്റ് എടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ ഓപ്പണിംഗ് ക്ലോസിംഗ് പോർഷനായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതുപോലെ സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം സ്ട്രൈറ്റ് ആയിട്ട് ഇതൊന്ന് തുന്നി കൊടുക്കുക.
ഇനി ബാഗിൻ്റെ ഷോൾഡർ സ്ട്രാപ്പ് സെറ്റ് ചെയ്യാനായിട്ട് പാൻറ്റിൻ്റെ ഈ ഒരു പോർഷൻ കട്ട് ചെയ്തെടുക്കുക. നമുക്ക് വേണ്ട ലെങ്ത്തിനനുസരിച്ചിട്ട് അത് കട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ ഈ ഒരു ലെങ്ത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ബാഗിൻ്റെ രണ്ട് സൈഡിലും വെച്ചിട്ട് തുന്നി കൊടുക്കണം. ഇനി ബാഗ് ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും വേണ്ടി നമ്മൾ ഹുക്ക് ആൻഡ് ലൂപ്പ് ടേപ്പ് അവിടെ ഒട്ടിച്ചു കൊടുക്കണം. ഇനി നമ്മൾ ഇതിൻ്റെ സെൻറ്റർ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഈ ടേപ്പ് അവിടെ ഒട്ടിച്ചു കൊടുക്കുക. ഇപ്പോൾ സ്ലിംഗ് ബാഗ് റെഡി ആയിട്ടുണ്ട്. ഇനി ലാസ്റ്റായിട്ട് പാൻറ്റിൻ്റെ വേസ്റ്റ് ബാൻഡിൻ്റെ ഒരു ചെറിയ പോർഷൻ കട്ട് ചെയ്തെടുക്കുക ഇതുപോലെ. അതിനുശേഷം നമ്മൾ അതിൻ്റെ ബാക്ക് സൈഡിൽ കാണുന്ന ഈ ഒരു പോർഷനും കൂടി ഒന്ന് കട്ട് ചെയ്ത് കളയണം. നെക്സ്റ്റ് ഇതിൽ ചെറിയ പ്ലീറ്റ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ആ ഒരു ചെറിയ പീസ് വെച്ചിട്ട് ഇതിൻ്റെ സെൻറ്ററിലൊന്ന് സെറ്റ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുക. ഇനി ഇതൊന്ന് ഇതിൻ്റെ സെൻറ്ററിലും കൂടി ഒട്ടിച്ചു കൊടുത്താൽ നമ്മുടെ സ്ലിംഗ് ബാഗ് റെഡിയായി.